ഷിരൂർ കേരളത്തിലും സംഭവിക്കും. ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണോ നമ്മൾ? മംഗലാപുരത്തിനപ്പുറം ഷിരൂരിൽ ദേശീയപാതയോരത്ത് മണ്ണിടിഞ്ഞ് കോഴിക്കോട് സ്വദേശിയായ അർജുനും ലോറിയും മണ്ണിനടിയിൽപ്പെട്ട് 8ാം ദിവസവും കാണാമറയത്താണ്. സമീപകാലത്തൊന്നും ഈ വിധമൊരു തിരച്ചിൽ രാജ്യം കണ്ടിട്ടില്ല. മലയിടിഞ്ഞ കരപ്രദേശത്തെ തിരച്ചിൽ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഗംഗാവാലി പുഴയോട് ചേർന്ന സ്ഥലവും അടിത്തട്ടും സുരക്ഷാ സേന പരിശോധിച്ചു വരികയാണ്. വലിയൊരു പ്രകൃതി ദുരന്തം തന്നെയാണ് ഷിരൂരിൽ സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ വ്യാപ്തി ഏറെ വലുതാണെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മലകൾ ഇടിച്ചു നിരപ്പാക്കി ഹൈവേകളേറെ വന്നുകഴിഞ്ഞു രാജ്യത്ത്. മലയോര മേഖലകളിൽ കൂടി പോകുന്ന ഇത്തരം റോഡുകളിൽ എപ്പോഴും അപകടം പതിയിരിക്കുന്നുവെന്ന സന്ദേശമാണ് ഷിരൂർ ദുരന്തം. ഷിരൂരിലെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് റോഡ് സേഫ്റ്റി ഓഡിറ്ററായ സുബിൻ ബാബു ഫേസ്ബുക്കിൽ എഴുതിയ വൈറൽ കുറിപ്പിൽ ചില ശ്രദ്ധേയ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രകൃതി പിണങ്ങിയാൽ വലിയ ആപത്തുകൾ ഉണ്ടാകും. എത്ര കണ്ട് ശാസ്ത്രം പുരോഗമിച്ചാലും ചന്ദ്രനിൽ നമ്മൾ പോകുന്ന ടെക്നോളജി ഉണ്ടായാലും ശരി, മണ്ണിനടിയിൽ വെള്ളത്തിനടിയിൽ എത്തിപ്പെടുന്നത് ഏറെ ശ്രമകരം തന്നെയാണ്. നമ്മുടെ മലയോര മേഖലകളിലൊക്കെ സമാനമായ ദുരന്തം എപ്പോഴും സംഭവിച്ചേക്കാം. ഒരു വശം ചെങ്കുത്തായ മലയും ഇപ്പുറം താഴ്വരയുമാകാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മല വരുന്ന വശത്ത് റോഡിൽ ആ സൈഡിൽ മഞ്ഞ വരയാണെങ്കിൽ ഒരു കാരണവശാലും വാഹനം അവിടെ നിർത്തി വിശ്രമിക്കരുത്. പുനലൂർ പാലോട് ഹൈവേയിലൊക്കെ സ്ഥിരം ഈ കാഴ്ചയാണ്. കുത്തനെ മലയെ വെട്ടി അരിഞ്ഞു നിർത്തിയാണ് പലയിടത്തും റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ചെലവ് കുറയ്ക്കാൻ ഇവിടെയെങ്ങും റീടൈനിങ് വാൾ കെട്ടാറില്ല. വലിയ അപകട സാധ്യതകൾ സമീപഭാവിയിൽ ഇവ വിതയ്ക്കും. ഷിരൂരിൽ ഇത്തരം റീടൈനിങ് വാൾ ഉണ്ടായിരുന്നില്ല. പ്രകൃതിയുടെ ക്ഷമത നോക്കാതെ തലങ്ങും വിലങ്ങും വെട്ടിമുറിച്ച് റോഡുണ്ടാക്കിയിടത്ത് സ്വാഭാവികമായി കടകൾ വരും, വാഹനങ്ങൾ പാർക്ക് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇത്തരം അപകടങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂവെന്ന് സുബിൻ ബാബു ചൂണ്ടിക്കാട്ടുന്നു. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയ്ക്കിടയിലും ദേശീയപാത 6 വരിയാക്കലിന്റെ പ്രവൃത്തികൾ രാമനാട്ടുകര മുതൽ മാഹി വരെ പുരോഗമിക്കുകയാണ്. പലയിടത്തും റോഡ് മണ്ണിട്ടുയർത്തുന്നു. ചെങ്കുത്തായ രീതിയിൽ മണ്ണെടുത്തു മാറ്റി ആഴം കൂട്ടുന്നു. മംഗലാപുരത്ത് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ ദേശീയപാതയോരത്ത് ഇത്തരം പ്രവൃത്തി കാണുമ്പോൾ നാട്ടുകാർ ആശങ്കയിലാണ്. ഷിരൂരിൽ ദേശീയപാത 2 വരിയാക്കുന്നതിന്റെ ഭാഗമായാണ് മലയുടെ ഒരു വശം കുത്തനെ വെട്ടിയിറക്കി പുതിയ റോഡ് പണിതത്. വടകര മുക്കാളി ഭാഗത്ത് ദേശീയപാതയുടെ ഒരു വശത്ത് സുരക്ഷാ ഭിത്തി കെട്ടിയുയർത്തിയ ഭാഗം കഴിഞ്ഞ ദിവസം മഴയിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണു. ഈ ഭാഗത്ത് കട്ടിയുള്ള ചെങ്കല്ലിനു പകരം വെള്ളമിറങ്ങുമ്പോൾ കുഴഞ്ഞു പോകുന്ന തരം കല്ലാണ് ഉണ്ടായത്. ഇവിടെ അശാസ്ത്രീയമായാണ് നിർമ്മാണം നടത്തിയതെന്ന് ആരോപണമുയർന്നിരുന്നു. കല്ലിട്ട് വാർക്കുന്നതിന് പകരം വെട്ടിത്താഴ്ത്തിയ ഭാഗത്ത് മണ്ണിന് മുകളിൽ സിമന്റ് കൊണ്ട് ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ഈ സുരക്ഷാ ഭിത്തി പാളികളായി തകർന്നു വീഴുകയായിരുന്നു. പന്തീരങ്കാവ് കൊടൽനടക്കാവ് ഭാഗത്ത് ദേശീയപാതയുടെ സർവീസ് റോഡിന്റെ വശത്തുള്ള സംരക്ഷണ ഭിത്തി തകർന്നു വീഴുകയും സ്ലാബ് തെറിച്ചു വീണ് വീട് തകർന്നതും 2 മാസം മുമ്പാണ്. അതേസമയം ശാസ്ത്രീയമായ രീതി അവലംബിച്ചാൽ ആശങ്കപ്പെടാനില്ലെന്ന് പൊതുമരാമത്ത് വിഭാഗത്തിലെ എഞ്ചിനീയർമാർ അടക്കമുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശീയപാതയിൽ ഓരോ റോഡിന്റെയും നിർമ്മാണത്തിന്റെ രൂപകൽപ്പന പല ശാസ്ത്രീയ പഠനങ്ങൾക്കും ശേഷമാണ് അംഗീകരിക്കപ്പെടാറുള്ളത്. റോഡുകളുടെ ഉയരം, റോഡുകളുടെ ചെരിവ്, റോഡ് കടന്നുപോകുന്ന പ്രദേശത്തെ കുന്നുകളെയും ഭൂപ്രകൃതിയെയും കുറിച്ചുള്ള പഠനം എന്നിവയെല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. റോഡിന്റെ വശങ്ങളിലെ ഭിത്തികൾ ഉറപ്പിക്കേണ്ടത് കൃത്യമായ മണ്ണ് പരിശോധന നടത്തിയിട്ടാകണമെന്നും വിദഗ്ധർ പറയുന്നു. ഇങ്ങനെയുള്ള ശാസ്ത്രീയ വശങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുമ്പോഴാണ് മനുഷ്യർ പ്രകൃതി ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഷിരൂർ വിരൽ ചൂണ്ടുന്നത്.